ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ സംഘപരിവാറിനെ ന്യായീകരിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ക്രൈസ്തവർക്കെതിരെയുള്ള പല അറ്റാക്കുകളും ഉണ്ടാകുന്ന ഒരു ചെറിയ ആളുകളിൽ നിന്നാണ്. അതൊരു പൂർണ്ണമായിട്ടും സംഘപരിവാറിനെ താറടിക്കാൻ പറ്റില്ല, BJPയെ താറടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തു. പിന്നീട് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല സ്റ്റഡികളും നടത്തി. അപ്പോൾ അത് ബോധ്യമായിട്ടാണ് കഴിഞ്ഞ 2ഓളം വീഡിയോ ചെയ്ത്. അതിനകത്ത് ഞാൻ പറഞ്ഞ സംഘടിതമായിട്ടുള്ള ആക്രമണമാണ്. അതിന് പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ അപ്പാരറ്റസ് പൂർണ്ണമായിട്ടും അവരുടെ കൂടെ നിൽക്കുകയാണ്. വളരെ പ്രൊവോക്കേറ്റീവായിട്ടാണ് സംഘപരിവാറിന്റെ ചില സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മലയാളികളായ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഞാൻ തുറന്ന് സംസാരിക്കുന്നതിന് മടിയുമില്ല. കാരണം അന്നും ചിലരൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു, നിങ്ങളെ തേടിയും അവർ വരുമെന്ന്. അത് സത്യമാണെന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നു. ഞാൻ സത്യസന്ധമായി സംസാരിക്കുന്നതാണ് കേട്ടോ. കാരണം ഈ 2 കന്യാസ്ത്രീകൾ ഒരു കേസ് വന്നു, ഈ മതം മാറ്റുന്നു എന്നുള്ളത്, മതം മാറ്റപ്പെടുന്നുണ്ട്, സത്യമാണ്. പക്ഷേ അതോടുകൂടി അവരുടെ സോഷ്യലി, കൾച്ചറലി, ഇക്കോണമിക്കലി, എഡ്യൂക്കേഷനലി അവരുടെ ഒരു സ്റ്റാറ്റസ് തന്നെ മാറുകയാണ്. ഈ സോക്കോൾഡ് സ്വത്വം നിലനിർത്തുന്നു വരുന്നവര്, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സ്വത്വം നിലനിർത്തുന്നവർ ഈ കയ്യാലപ്പുറത്ത് ചത്ത എലിയെ ചുട്ടു നിന്നുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ആ സ്വത്വം നിലനിർത്തിക്കൊള്ളണമെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. ഭൂരിപക്ഷ വർഗീയത ഒരു സിദ്ധാന്തമായി ഇവിടെ ഉണ്ട്. വളരെ കൃത്യമായ ഒരു 100 വർഷത്തിന്റെ പാരമ്പര്യമുള്ള, അത്രമേൽ ലിറ്ററേച്ചറുകളുള്ള, അത്രമേൽ കൃത്യമായ ആശയ അടിസ്ഥാനങ്ങളുള്ള ഒരു കൃത്യമായ ഒരു ഐഡിയോളജിയായി ഇവിടെ ഹിന്ദുത്വയുണ്ട്. അതുണ്ടായിരിക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഭാരതാംബയുടെ കണ്ണിലെ കരടുകൾ അതെന്താണ്? വൈദേശികമായ ദർശനങ്ങളാണ്. ഏതാണ് ആ വൈദേശിക ദർശനങ്ങൾ? ഏറ്റവും പ്രധാനം അത് ഇസ്ലാമാണ്, കമ്മ്യൂണിസമാണ്, ക്രിസ്ത്യാനിറ്റിയാണ്. ഈ പറഞ്ഞ വൈദേശിക, അതായത് നമ്മുടെ നാടിനൊരു ദർശനമുണ്ട്, ആ നാടിന്റെ ദർശനത്തെ ഇല്ലായ്മ ചെയ്യുന്ന വൈദേശിക ദർശനങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള കൃത്യമായ അജണ്ട, കൃത്യമായ ഒരു ആശയം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു സിദ്ധാന്തമാണ് ഈ പറഞ്ഞ ഹിന്ദുത്വം എന്ന് പറയുന്നത്.